ഹേ കണ്ടു ഗൈസ്, അബി ആരെയും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിക്കുന്ന കണ്ടു ഗൈസ്. നിശബ്ദനായിരുന്ന് കഴിക്കുന്നത് കണ്ടോ? വെൽക്കം ബാക്ക് ടു അനദർ വെരി ഗുഡ് എപ്പിസോഡ് ഓഫ് അബീസ് മീഡിയ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബർത്ത്ഡേ ഡിന്നറിനാണ്. എൻ്റെ സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ വീഡിയോ എടുക്കുക. അങ്ങനെ ഇതാ ഗൈസ്, നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തേടി ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അൽഖായിൽ മോളിൻ്റെ മേളിൽ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നറിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അതിനകത്ത് പോയപ്പോൾ അവിടെ ഒരു ഫുഡ് കോർട്ട് പോലെയാണ്. ഫുഡ് കോർട്ട് എന്ന് പറയുമ്പോഴത്തേനും അറിയാമല്ലോ, കുറേ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും അതിനകത്ത്. അങ്ങനെ ഞങ്ങളിതാ ആ ഫുഡ് കോർട്ടിൻ്റെ അകത്തോട്ട് നമ്മളിതാ കയറി പോവാണ്. ഈ വെയിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. ഇപ്പോഴത്തെ ഒരു സമയത്ത് അബിയുടെ ഷർട്ടൊക്കെ വേർതിരിക്കുന്നുണ്ടോ? ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂട്. ബട്ട് എന്തായാലും നമ്മളിപ്പോൾ ചില്ലാവാൻ പോവാണല്ലോ, ഫുഡ് കഴിച്ച് ചില്ലാവാൻ പോവാണേ. അങ്ങനെ ഇതാ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദി യമ്മി റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് വൈഡ് റേഞ്ച് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നമ്മൾ നേരത്തെ പോയിട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രാവശ്യം അത് ചൂസ് ചെയ്യാതിരുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ? ഇതൊരു പാർട്ടി ഹാളാണ്. ഈ ഫുഡ് കോർട്ടിൽ തന്നെ പാർട്ടി ഹാളും സെറ്റപ്പ് ഉണ്ട്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഈ പാർട്ടി ഹാളിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. ഈ ഒരു ഫുഡ് കോർട്ടിൽ ഒരു 6-7 റെസ്റ്റോറൻറ്റുകളും ഈ പാർട്ടി ഹാളുമാണ് ഉള്ളത്. നമ്മളിത് എൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് വി ഓർഡർ. അങ്ങനെ ഇതാ അബി പോയി നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാണ്. കാണുമ്പോൾ തന്നെ അറിയാം രണ്ടുപേരും ഭയങ്കര ആലോചനയിലാണ്. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാകുന്നു തോന്നുന്നു. നോക്കാം നമുക്ക്. എനിക്ക് വിശക്കുന്നേ, ഫുഡ് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇതാ നമ്മുടെ സ്റ്റാർട്ടറല്ല, നമ്മുടെ സൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അബി വെജിറ്റേറിയൻ ആണ്, ഞാൻ ചിക്കൻ മാൻജോ സൂപ്പും നമ്മുടെ അബി വെജിറ്റബിൾ സൂപ്പുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രൂട്ടാണ് ഗൈസ്, പണി കിട്ടിയോന്നൊരു സംശയം. ഇവരുടെ മസാലയ്ക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേകത. ഇതിൽ സോസൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല അടിപൊളി സൂപ്പ് കേട്ടോ, ചിക്കൻ മാൻജോ സൂപ്പ്. ഒരുപാട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഞാൻ ചിക്കൻ മാൻജോ സൂപ്പ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഈ വീട്ടിലൊക്കെ നമ്മൾ കറി ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ മാൻജോ സൂപ്പ്. തംസ് അപ്പ്. ഞാനിരുന്ന് കഴിക്കുന്നത് കാണും ഗൈസ്. ഗൈസ്, ഇതിനകത്ത് നമ്മൾ അടുത്ത് ഒരു സ്റ്റാർട്ടർ പോലെ അറേഞ്ച് ചെയ്തതാണിത്. ഇതിനകത്ത് നമ്മുടെ മിൻറ്റ് ചട്നി ഉണ്ട്, നല്ല പനീർ ഡ്രൈ ഫ്രൈ ആണിത്. കൂടെ തന്നെ ഒനിയൻ സാലഡ്. അത് കഴിഞ്ഞിട്ട് ഒനിയൻ ഉണ്ട്. ഏതാ ചിക്കൻ മലായ ടിക്ക. അതും കൂടാതെ നമുക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയും കൂടെ ഉണ്ട്. നമ്മുടെ അബി വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അബിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത്, ഞാൻ നോൺ വെജൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അബിക്ക് വേണ്ടിയിട്ട് മിക്സഡ് വെജിറ്റബിൾ കറിയും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു. അബിയുടെ സൂപ്പും വെജിറ്റേറിയൻ തന്നെയായിരുന്നു.
മഷ്റൂം സൂപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരാൾ ഫുഡ് വന്നപ്പോഴത്തേനും എന്നെപ്പോലും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിക്കുവാണേ. ഏകദേശം കഴിച്ചു കഴിഞ്ഞു. സൂപ്പിൻ്റെ ചൂടാണെന്ന് തോന്നുന്നു ഗൈസ്. സൂപ്പ് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ടിഷ്യൂ ഉപയോഗിക്കുന്ന അബി. പാർട്ടി നടക്കാം maybe. നല്ല യമ്മി, ഭയങ്കര യമ്മി ആയിട്ടുണ്ട്. കഴിച്ചോക്കെ ടേസ്റ്റ് കണ്ടിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല ഗൈസ്. എൻജോയ് ചെയ്ത് കഴിക്കുക. പാവ അഭിയാണ് ഗൈസ്. ഇത് കഴിക്കാൻ യോഗമില്ലാതെ പോയി, വെജിറ്റേറിയൻ ആയിപ്പോയി. ഇത് നോർത്ത് ഇന്ത്യൻ മസാലയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള അടിപൊളി സാധനം. അഭി വിഷമിക്കേണ്ട, 2-3 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അതാണ് ചിക്കൻ മലായി ടിക്ക നമ്മൾ ട്രൈ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പനീർ ഡ്രൈ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പറയാൻ വാക്കുകളില്ല ഗൈസ്. അതും പൊളിച്ചടുക്കിയെന്ന് വെച്ചാൽ പൊളിച്ചടുക്കി. ഇനി അതിൻ്റെ ആ പനീർ നമ്മുടെ ആ മിൻറ്റ് ചട്നിയിൽ മുക്കി കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റായിരുന്നു എന്നറിയാവോ. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏത് ഡിഷ് നമ്മൾ ചോദിച്ചാലും അതിൻ്റെ കൂടെ നമുക്ക് ഒനിയൻ സെപ്പറേറ്റ് അവർ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില ഡിഷസിൻ്റെ കൂടെ ചില്ലി പൗഡറും കൂടെ, അതായത് നമ്മുടെ ഒനിയൻ സ്ലൈസിൻ്റെ കൂടെ ചില്ലി പൗഡറും മിക്സ് ചെയ്ത് ഉപ്പും ഒക്കെ മിക്സ് ചെയ്ത് തരും. അടിപൊളിയാണത്. ഒരു വല്ലാത്ത ജാതി ഡിന്നർ. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. യമ്മി ഫുഡുകൾ. ടേസ്റ്റിൽ ഞാൻ മറന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കൈഗേറ്റിൻ്റെ അടുത്തൊക്കെയുള്ള ആൾക്കാർ ഇവിടെ റെസ്റ്റോറൻ്റ് ഇവിടെയൊക്കെ വരുമ്പോൾ വീക്കെൻഡിലൊക്കെ വരുന്ന സമയങ്ങളിൽ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഈ പറയുന്നതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് നേരിട്ട് ട്രൈ ചെയ്യുമ്പം കൂടുതൽ മനസ്സിലാവും.
ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ, എന്തോ ഒരു മണമാണ് ഇതിന്. അങ്ങനെ ചിക്കൻ ബിരിയാണിയും കുശാലായി. ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഐറ്റംസിൽ ഒന്ന് പോലും ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഫുഡുകളാണ്. പറഞ്ഞപ്പോഴാണ് ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങൾ ഫുഡ് ചലഞ്ചൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണേ. അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ കഴിച്ചിട്ട് വയറ് ഫുള്ളായി ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഫുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതെങ്ങനെ പറയണമെന്ന് പോലും. നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ റിവ്യൂ പറഞ്ഞു. ഇവരുടെ മസാലയാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.